സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and at the hour of our death. Amen. ഒക്ടോബർ 7 പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഓർമ്മയാണ്. പരിശുദ്ധ അമ്മ ജപമാലയിലൂടെ മനുഷ്യവർഗം പണ്ടൊക്കെ സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുണ്ടായിരുന്നു. ആദിമ കാലഘട്ടങ്ങളിലൊക്കെ സന്യാസികളൊക്കെ ക്രിസ്തീയ സന്യാസികളൊക്കെ അവരുടെ പ്രാർത്ഥനാ രീതി സങ്കീർത്തനം 150 സങ്കീർത്തനം ഒന്നൊന്നായിട്ട് ഉരുവിട്ടുകൊണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനാ രീതി. പിന്നെയാണ് വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ് പരിശുദ്ധ അമ്മ ജപമാലയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത്. അതായത് ദൈവവചനം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും നമ്മൾ സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശം എന്നീ രഹസ്യങ്ങളിലൂടെ പ്രകാശം പിന്നീട് നമുക്കറിയാം ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിനെ ചേർത്ത് വെച്ചുകൊണ്ട് ആണ് ആരംഭിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നതാണ് ജപമാല എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എപ്പോഴെല്ലാം തിന്മയുടെ ആക്രമണം ഉണ്ടായോ അവിടെയെല്ലാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് യേശു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തൻ്റെ ഒരു കുഞ്ഞിന് അമ്മ എങ്ങനെയാണ് സംരക്ഷണം നൽകുന്നത് അതുപോലെയാണ് തിരുസഭയെ ഈശോ കണ്ടുകൊണ്ട് തൻ്റെ ജീവിതം യേശുവിൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറുവാൻ യേശുവിനെ സഹായിച്ച തൻ്റെ അമ്മയെ തന്നെ സഭയുടെ അമ്മയായി ഓരോ വിശ്വാസിയുടെയും അമ്മയായി ഈശോ നമുക്ക് നൽകി. യോഹന്നാൻ 19 നമ്മൾ പലപ്പോഴും ധ്യാനിച്ചതാണ്. ഇനി മുതൽ രക്ഷ യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്ന യേശു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ നമ്മൾ തിരുസഭയിലാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ ദൈവവചനം നമ്മളിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിലുള്ളപ്പോൾ എല്ലാ സംരക്ഷണവും നമുക്കുണ്ട്. അത്യുന്നതൻ്റെ മറവിൽ സർവശക്തന്റെ തണലിൽ നമ്മൾ അതിന് വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഉള്ള എപ്പോഴും ഓരോ ദിവസവും നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണല്ലേ. നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെ നമ്മൾ തിരക്കാണ് ഭയങ്കരമായിട്ട്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബം, മക്കൾ, ജീവിത പങ്കാളി, നമ്മുടെ തന്നെ ഭാവി, എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പം നമ്മളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ കുടിയിരുത്താനായിട്ട് ഇതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാട്. അതാണ് പരിശുദ്ധാത്മാവും തിരുവചനമൊക്കെ നമ്മൾ ഓർപ്പിക്കുന്നത്. ആദ്യമേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എക്സെപ്ഷൻ്റെ എല്ലാ ആവശ്യങ്ങളും കൂട്ടിച്ചേർന്ന് നൽകപ്പെടുമെന്നാണ്. ദൈവരാജ്യം ഉണ്ടെങ്കിൽ എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ അതോടൊപ്പം ബാക്കി എല്ലാം സംരക്ഷണവും അനുഗ്രഹവും കുടുംബത്തിൻ്റെ കാര്യങ്ങളും മക്കളുടെ ഭാവിയും ഇതെല്ലാം അതിലുണ്ടെന്ന് വചനം പറയുമ്പോൾ പോലും സാത്താൻ നമ്മളെ ഇടയ്ക്ക് പേടിപ്പിക്കുമ്പോൾ നമ്മളതിൽ നിന്ന് വിട്ട് ഓടുകയാണ്. നമ്മൾ ഭയന്ന് ഓടുകയാണ്, ആകപ്പാടെ അസ്വസ്ഥരാവുകയാണ്. സാത്താൻ ഏറ്റവും വലിയ തട്ടിപ്പ് അതാണ്, ഭയപ്പെടുത്തുക. നമ്മൾ പലപ്പോഴും ബൈബിളിൽ ചിന്തിച്ചു പറഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളിയിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മുടെ പള്ളിയിൽ സക്രാരിയിൽ വിശുദ്ധ കുർബാനയായി എഴുന്നള്ളി വരുന്നത് അവിടെ ഇരിക്കാനല്ല. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടായിട്ട് മാറി. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് വല്ലപ്പോഴും പള്ളിയിലൊക്കെ പോയി ഒന്ന് യേശുവിനെ കണ്ടിട്ട് വരും. നമ്മൾ ഈ പറയാറുണ്ട്, ഇങ്ങനെ
ആരെങ്കിലുമൊക്കെ നമ്മുടെ ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് പോയി കണ്ടിട്ട് വരും. അല്ലെങ്കിലും ചിലരൊക്കെ ജയിലിൽ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അവരെ ഒന്ന് പോയി കണ്ടിട്ട് അല്പസമയം നമുക്കൊരു അനുവദിച്ചിരിക്കുന്ന സമയം ഉണ്ടല്ലോ. ഹോസ്പിറ്റലിലാണെങ്കിലും വിസിറ്റിങ്ങിനുള്ള സമയമുണ്ട്, ജയിലിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളുടെ യേശുവിൻ്റെ ദീപികാരുടെ സന്ദർശനം ഏതാണ്ട് അങ്ങനെ ആയിരിക്കുകയാണ്. നമ്മളുടെ ഉള്ളിൽ പലപ്പോഴും അവനില്ല. പള്ളിയിലെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന യേശുവിൻ്റെ കൂടെ കുറേ നേരം ഇരുന്നിട്ട് സമയം തീരുമ്പോൾ നമ്മൾ പോരുന്നു. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിയെ കണ്ടിട്ട് വിസിറ്റിംഗ് സമയം കഴിയുമ്പോൾ തിരിച്ചു പോരുന്നത് പോലെ നമ്മൾ പോരുകയാണ്. നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കാൻ എത്രയോ യേശു ആഗ്രഹിക്കുന്നു. നമ്മളുടെ കൂടെ നമ്മളുടെ ദൈവമിതാ നമ്മോടുകൂടെ അൾത്താരയിൽ പറയും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആണെന്നുള്ള ബോധ്യം നമുക്കില്ല. ഇത് പൗലോസ്ലീഹ പലപ്പോഴും നമ്മൾ ഓർപ്പിച്ച 2 കൊരിന്തോസ് 13:5 യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതുവരെയും ബോധ്യമായിട്ടില്ലേ? യേശു ക്രിസ്തു നിങ്ങളിൽ, നമ്മൾ ഓരോ വിശ്വാസിയിലും യേശു ക്രിസ്തു ഉണ്ട് എന്ന് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. സാത്താൻ നമ്മളെ ആക്രമിക്കുമ്പോൾ അത് പല രീതിയിലായിരിക്കും. രോഗങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, ജോലി പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, വിശ്വാസ മേഖലയായിരിക്കാം, പ്രകൃതിക്ഷോഭങ്ങളായിരിക്കാം, ദുരന്തങ്ങളായിരിക്കാം, ദുരിതങ്ങളായിരിക്കാം. നമ്മുടെ ഉള്ളിൽ പറയണ, കർത്താവേ നീ എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. മർക്കോസ് 4 പലപ്പോഴും നമ്മൾ ചിന്താണ് യേശുവിൻ്റെ കൂടെ ആയിരുന്ന, അല്ല അന്ന് പരിശുദ്ധാത്മാവായ യേശു പെന്തക്കോസ്ത് നാളിൽ മനുഷ്യരുടെ ഉള്ളിൽ വരുന്നതിന് മുമ്പ് ലോകത്തിലായിരുന്നപ്പോൾ കൂടെ ആയിരുന്നപ്പോൾ മർക്കോസ് 4 നമ്മുടെ ഫ്ലോറിഡയിലെ മിൽട്ടൺ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പല ഹിതങ്ങളും കാണും. ദൈവം അത് അനുവദിക്കുന്നെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ആർക്കും നാശം വരാൻ വേണ്ടിയല്ല. ദൈവം ബൈബിളിൽ നമ്മൾ കാണുന്നു, ഈശോ ഓരോ സംഭവങ്ങളും യേശുവിൻ്റെ കാലത്ത് തന്നെ അനുവദിച്ചു. ലഗിയോൻ ബാധിച്ച ഒരു മനുഷ്യൻ കല്ലറകളിലൂടെ അനേകരെ ഉപദ്രവിച്ചുകൊണ്ട് അരഞ്ഞു തിരിഞ്ഞടന്ന ഒരു മനുഷ്യനെ യേശു കണ്ടുമുട്ടി. യേശു അവനെ കണ്ടപ്പോൾ തന്നെ അവനിലുള്ള ദുരാത്മാക്കളെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ശാന്തമായിരിക്കും, അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അവന് ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് നീ ഞങ്ങളെ ഉപദ്രവിക്കാൻ സമയത്തിന് മുമ്പേ വന്നിരിക്കുകയാണോ? യേശു അവനെ ശാസിച്ചിട്ട് മിണ്ടരുത്. നമുക്കറിയാം യേശുവിൻ്റെ ആത്മീയ അധികാരത്തോടുകൂടി ആത്മാക്കളെ വീണ്ടെടുക്കാൻ വന്നവൻ ആത്മാക്കൾ ബാധിച്ചല്ല, ദുരാത്മാക്കൾ ബാധിച്ച ഒരു മനുഷ്യനിലുള്ള 2000-ഓളം ദുരാത്മാക്കളാണ് അവനിൽ കൂടിയിരുന്നെന്ന് പറയുന്നത്. അവരെ അനുവാദം ചോദിച്ചാൽ എന്താ പറയുക? ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ നരകത്തിലേക്ക് അയക്കരുതേ. ഞാൻ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അനേക ആത്മാക്കളുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ദുരാത്മാക്കളുടെ ഒരു കൂട്ടം ഈ ഭൂമിയിലുണ്ട്. സാത്താന്റെ അധീനതയിൽ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ അന്ത്യവിധി നാളിൽ അവർ നരകത്തിലേക്ക്, മനുഷ്യാത്മാക്കൾ ഭൂമി ജീവിച്ചിരുന്നവർ അശുദ്ധിയിലും പാപത്തിലും ഈ സാത്താൻ അവരെയും കൊണ്ട് ഈ ലോകത്തിൽ നടന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴും ആത്മാക്കളെ സാത്താൻ ഉപയോഗിക്കുകയാണ് മനുഷ്യർക്കെതിരായിട്ട്. ഈ ലഘുവൻ ബാധിച്ച മനുഷ്യനെ ആ സാത്താൻ ആവേശിച്ച ദുരാത്മാക്കളെ 2000-ഓളം ദുരാത്മാക്കൾ, അവൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിയാം. അവന് ആരെത്ര ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും അവനെ അടങ്ങിയിരിക്കില്ല. അവൻ കല്ലറുകളൊക്കെ തകർത്തുകൊണ്ട് കല്ലറിലൂടെ അലറി ബഹളം വെച്ച് ആൾക്കാരൊക്കെ ഭയപ്പെട്ടിരുന്നു. ഇത് നമുക്കുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും അതിൻ്റെ പിറകിൽ ഇങ്ങനെ ഒരു ശക്തി പ്രവർത്തിക്കുന്നു. കാരണം നമ്മൾ ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ദൈവം മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് കൊടുങ്കാറ്റിനെ സൃഷ്ടിച്ചെന്നില്ല. എല്ലാം മനോഹരമായിരിക്കുന്ന സൃഷ്ടികർമ്മത്തില് ദൈവം ഒരിക്കലും അത് വേണ്ട, അത് മോശമാണ്, അത് ജനങ്ങളെ ഉപദ്രവിക്കും ദൈവം കണ്ടിട്ടില്ല. ദൈവം കണ്ടത് എല്ലാം നന്നായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു എന്നാണ് കണ്ടത്. എന്നാൽ മനുഷ്യനെ ഏൽപ്പിച്ചു എല്ലാം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്, ആദത്തെ എല്ലാം ഏൽപ്പിച്ചു, ആദം എല്ലാത്തിനും പേരിട്ടു, അതെല്ലാം അവൻ്റെ സ്വന്തമായി എന്ന് അല്ലേ. മൃഗങ്ങളും ജീവജാലങ്ങളും പ്രകൃതിയിലുള്ളതെല്ലാം ആദം പേരിട്ടു, അതെല്ലാം അവന് സ്വന്തമായി എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് അനുസരിക്കുന്നല്ലേ. നമുക്ക് സ്വന്തമായിട്ടുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ് അനുസരിക്കും. എന്നാൽ പ്രകൃതി നമുക്ക് ഇനി എന്താ പറയുക? ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ മുമ്പ് ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രകൃതി അദ്ദേഹം വിളിച്ചിരുന്ന സഹോദരി, കൊടുങ്കാറ്റിനെയും സൂര്യനെയൊക്കെ ചന്ദ്രൻ സഹോദരനെന്നൊക്കെ വിളിച്ചു, സഹോദരി എന്നൊക്കെ വിളിച്ചിരുന്നു.
ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം തന്നോട് സ്നേഹത്തിന് തൻ്റെ സ്വന്തമാണ്, സഹോദരനാണെന്നുള്ള കാഴ്ച. പിന്നെ അത് നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ ആത്മാവുള്ളപ്പോഴാണ്. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ടിരുന്ന അസിസി പുണ്യവാളൻ്റെ ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് പ്രപഞ്ചം അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് ബന്ധത്തിലായിരുന്നു പ്രകൃതിയുമായിട്ട്. റോമർക്കുള്ള ലേഖനത്തിൽ പൗലോസപ്പൻ പറഞ്ഞൊരു വചനമുണ്ടല്ലോ, സൃഷ്ടപ്രപഞ്ചം പോലും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ ഈറ്റുന്നവെടുക്കുകയാണ്, വീർപ്പുമുട്ടുകയാണ് പ്രപഞ്ചം. ഈ കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും എന്താ പ്രപഞ്ചത്തിന്റെ വീർപ്പുമുട്ടലാണ്. എന്തിനാണത്? അസിസി പുണ്യവാളിനെ കണ്ടതുപോലെ ലോകത്തിൽ അനേകരുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ പ്രപഞ്ചം ശാന്തമാകുമായിരുന്നു, പ്രപഞ്ചത്തിൽ സ്വസ്ഥത ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പോലും ദൈവമക്കളെ ഉണ്ടോ, ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ഈ പ്രപഞ്ചം പോലും ആകാംക്ഷയോടെ ഈറ്റുന്നവെടുത്ത് കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ദൈവം ആത്മാവായി വസിക്കുന്നു എന്നുള്ളൊരു ബോധ്യം ഏറ്റുപറച്ചിലുണ്ടാണ് നമുക്ക്. അവിടെയാണല്ലോ നമുക്കറിയാം, നമുക്ക് മനുഷ്യരായി നമുക്കൊരു ശക്തിയില്ല, അല്ലേ? ലൂക്ക 10-ാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ 72 പേരെ അയച്ച സംഭവം നമ്മൾ ഈയിടയ്ക്ക് വായിച്ചാണ്. 72 പേര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, അല്ലേ, ഇന്ന് അതിൽ നിന്നാണ് വായന. പക്ഷെ അതിൻ്റെ പുറകെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ് അതേക്കുറിച്ച്. 72 പേര് സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അതായത് മനുഷ്യന് ദൈവം കൊടുത്തതിനെ മനുഷ്യന് സാത്താന്റെ ഹവ്വായും തൊട്ട് ഇങ്ങോട്ട് മനുഷ്യൻ സാത്താന്റെ അധീനതയിലായി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കേൾക്കാറില്ല, അല്ലേ? നാട്ടിലൊക്കെ പണ്ടൊക്കെ നമ്മളെ കടബാധ്യത ഉണ്ടായി എല്ലാം ജപ്തി ചെയ്ത് കൊണ്ടുപോയിരുന്നു. വീടും കൂടും കുടുംബവും സർവ്വതും ജപ്തി ചെയ്തുകൊണ്ടുപോയിരുന്നു. കടബാധ്യത ഉണ്ടായ സകലവും സാത്താൻ നമ്മുടെ സകലതും ജപ്തി ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എല്ലാം അവന്റെ അധീനതയിലായി. മനുഷ്യവർഗം പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്തതെല്ലാം ഇന്ന് സാത്താന്റെ അധീനതയിലാണ്. അവൻ ഉപയോഗിക്കുകയാണ് നമുക്കെതിരായിട്ട്. യേശുവിനോട് സാത്താൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നീ എന്നെ വീണ് ആരാധിക്കാമെങ്കിൽ ഇതെല്ലാം ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും പ്രൗഢി ആഡംബരവും ഒക്കെ കാണിച്ചുകൊണ്ട് സാത്താൻ യേശുവിനോട് വിലപേശിയാണ്. എന്താ? നീ എന്നെ വീണ് ആരാധിക്കാമെങ്കിൽ ഇതെല്ലാം നിന്റേതാകും, കാരണം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം കൊടുത്തില്ല. സാത്താന് ദൈവം എന്തെങ്കിലും കൊടുത്തായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ചത്, അല്ലെ, നമുക്ക് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മുടിയനായ പുത്രൻ പോയി തൻ്റെ സമ്പത്ത് മുഴുവനും വേശ്യകളുടെയും വ്യഭിചാരികളുടെയും ചൂതാട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി ദൈവം കൊടുത്ത, അല്ലെ, അപ്പൻ്റെ സ്വത്ത് വാങ്ങിക്കൊണ്ട് ദുരുപയോഗിച്ച് അവന് അവിടെ അടിമയായി തീർന്നു. പന്നികളുടെ കുഴിയിൽ കിടക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. നമ്മളും ലോകത്തിൽ നമുക്ക് ദൈവം നൽകിയ ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തി സാത്താനതെല്ലാം കൈക്കലാക്കി നമ്മളെ ഇന്ന് അടിമകളാക്കി. അതുകൊണ്ട് തന്നെയാണ് സാത്താൻ യേശുവിനോട് പറഞ്ഞത്, ഇതെല്ലാം എന്റേതാണ്, ഈ ഭൂമിയും. അത് യോഹന്നാൻ സ്ലീഹ പറയുന്നുണ്ട് 1 യോഹന്നാൻ 2 ഈ ഭൂമിയും അതിലെ സകല വസ്തുക്കളും, അല്ലെ? സങ്കീർത്തനം 24 പറഞ്ഞ എന്താ? ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റെതാണ്, ഭൂതലവും അതിലെ സകല നിവാസികളും കർത്താവിൻ്റെതാണ്, കർത്താവ് നിയന്ത്രിക്കുന്നതാണ് അന്ന് സങ്കീർത്തനം 24 പറഞ്ഞെങ്കിൽ അത് യോഹന്നാൻ സ്ലീഹ 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞെന്നറിയാം. ഈ ലോകത്തെയോ ഈ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, അതെല്ലാം തിന്മയുടെ അധീനതയിലാണ്. നോർത്ത് നോക്കി, തിന്മയുടെ അധീനതയിലാണ് ലോകത്തുള്ള സകലതും. നമ്മളീ പറഞ്ഞു വന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഈ ജപമാല മാസത്തിലൂടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിന്ന് അമ്മയുടെ പരിശുദ്ധ അമ്മ ജപമാലാജ്യം എന്നൊക്കെ പറയുമ്പോൾ സാത്താന്റെ മേൽ ആധിപത്യം പരിശുദ്ധ അമ്മ നമ്മളുടെ ജീവിതത്തിൽ അമ്മയായി ഈശോ നമുക്ക് നൽകിയത് പരിശുദ്ധാത്മാ പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഒരു സമൂഹം, സഭ രൂപപ്പെട്ടത്. ഇന്നും സഭ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. സഭ എന്ന് പറയുന്നത് ഈശോ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ആയിരിക്കണം തിരുസഭ. തിരുസഭ പോലും ഇന്ന് ആക്രമിക്കപ്പെടുകയാണ്. അല്ല, ദാനിയേൽ പറഞ്ഞു, ഇന്ന് ദേവാലയത്തിന്റെ ചിറകിൽ വിനാശത്തിന്റെ അശുദ്ധ എന്ന് പറഞ്ഞാൽ സാത്താൻ കയറി നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക, എന്തൊക്കെയോ തെറ്റിപ്പോയിരിക്കുന്നു, എവിടെയൊക്കെയോ
ഇങ്ങനെ പരിശുദ്ധാത്മാവ് നയിക്കുന്നിടത്ത് സാത്താൻ്റെ ദുരാത്മാക്കൾ നയിക്കുന്നത് നിങ്ങൾ കാണും. ദേവാലയത്തിൻ്റെ ചിറകിന്മേൽ, അല്ലെങ്കിൽ ചിറക് പക്ഷി പറക്കാനായിട്ടുള്ളതാണ് ചിറക്. അപ്പം ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ സഭ നയിക്കപ്പെടുന്ന മേഖലയിൽ സാത്താൻ കയറി നിൽക്കും. നമ്മളൊക്കെയാണ് ഈ സഭയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് മാർപ്പാപ്പായോ, ചിലർക്ക് അങ്ങനെ അബദ്ധം പറ്റുന്നില്ല. മാർപ്പാപ്പായി നോക്കിയിരിക്കുകയാണ്, എവിടെയാണ് മാർപ്പാപ്പ തെറ്റുപറ്റും നോക്കി. നമ്മളോരോരുത്തരുമാണ് സഭ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലാണ്. സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാണ്, അതിലൊരു അവയവമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മളതിൻ്റെ ചിറകായിരിക്കാം ചിലപ്പം. അപ്പോൾ നമ്മളൊക്കെയും കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം എപ്പോഴും. 24/7 365 days. അത് ഇന്ന് പറയുമ്പോൾ നമ്മൾ അതെങ്ങനെ പറ്റും? മനുഷ്യരല്ലേ നമ്മൾ, പ്രിയമുള്ളവരെ. അതെ, നമ്മളുടെ പോരാട്ടം ഈ ലോകത്തിൽ മനുഷ്യർക്കെതിരായിട്ട്, നമ്മൾ പലപ്പോഴും മനുഷ്യർക്കെതിരെ പോരാടുന്നു. എന്നൊക്കെ പറഞ്ഞു വരുന്നത് നമ്മൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് ഈശോ കൊടുത്ത അധികാരമുണ്ടല്ലോ. അതായത് ഈശോ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞത് പിശാചുക്കൾ പോലും ഞങ്ങൾ കീഴ്പ്പെടുന്നു പറഞ്ഞപ്പോൾ ഈശോ പറയുന്നതാണ്, സാത്താൻ സ്വർഗത്തിൽ നിന്ന്, ലൂക്ക 10:18, സാത്താൻ സ്വർഗത്തിൽ നിന്നും ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ പോലും ജോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ല, സ്വർഗത്തിൽ പോലും കയറിച്ചെന്ന ദൈവമക്കൾക്കെതിരെ പഴി പറഞ്ഞിരുന്ന സാത്താന് യേശു കുരിശിൽ സാത്താനെ പരാജയപ്പെടുത്തിയപ്പോൾ അവൻ കഷ്ടത അനുഭവിച്ച് മരിച്ചു. യേശു സാത്താനെ കാരണം എന്താ? യേശു സ്നേഹം നിലനിർത്തി. പലപ്പോഴും ചിന്തിച്ചാണ് യേശുവിന്റെ ജയം എന്തായിരുന്നു കുരിശിൽ? കരബലമല്ല, സൈന്യബലമല്ല, ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിനെ, സ്നേഹത്തിന്റെ അരൂപിയെ യേശു തന്നിൽ നിലനിർത്തി. മനുഷ്യനായിരിക്കെ നമ്മുടെ ഉള്ളിലും ദൈവാത്മാവ് വസിക്കാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട. നമുക്ക് സ്നേഹം മാത്രം മതി. നമ്മുടെ ഉള്ളിൽ എല്ലാവരോടും, ദൈവത്തോടും മറ്റുള്ളവരോട്, നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾ, അത് പറ്റില്ല. കാരണം സാത്താൻ നമ്മളെ അങ്ങനെ അവർക്കെതിരെ ആക്കി വെച്ചിരിക്കുകയാണ്. ചിന്തിക്കുമ്പോൾ നമുക്ക് കുറെ പേരെങ്കിലും ഉണ്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് എതിരാണെന്ന് ചിന്തിക്കുന്നവർ. ഇത് ദൈവത്തിൽ സാത്താൻ്റെ കാരണം എന്താ? നമുക്ക് എതിരാണെന്ന് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച സ്നേഹം ചോർന്നു പൊക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കുന്ന സ്നേഹം, ഒരു പാത്രത്തിന് ഓട്ടയുണ്ടെങ്കിൽ എത്ര വെള്ളം നിറച്ചാലും, അല്ലേ, പ്രഭാതത്തോട് വിലാപങ്ങളിൽ പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും അവിടെ നമ്മൾ നിറയ്ക്കുന്ന. സംഗീതം 107-108 ചിന്തിച്ചാണ്. പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവിടുത്തെ കൃപ നമ്മൾ നിറയ്ക്കുകയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ പാത്രത്തിന് ഓട്ട വീണ പോലെയാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം നിറയ്ക്കുന്ന സ്നേഹം, മറ്റുള്ളവരോടുള്ള നമ്മുടെ ആ കാഴ്ചപ്പാടുണ്ടല്ലോ, അവർ ശരിയല്ല, അവർ നമ്മുടെ ശത്രുവാണ്, അവർ നമ്മളെ വെറുക്കുന്നു, അവർ നമ്മളെ ഉപദ്രവിക്കുന്നു, ഈ കാഴ്ച നമ്മൾ ചിന്ത ചെയ്യുന്നത് മനുഷ്യരല്ലേ, അത് ശരിയാ. പക്ഷേ സാത്താന് തന്ത്രമാണ്. കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്, സൂര്യാസ്തമയം വരെ കോപം നീണ്ടുപോകും. നമ്മളതൊക്കെ ചിന്തിച്ചാൽ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവിക ശക്തി, നമ്മുടെ ഉള്ളിൽ ദൈവിക ശക്തി. അപ്പോസ്തലന്മാർ ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവരാണ്. പത്രോസും പൗലോസും അനേകം വിശുദ്ധർ. ഫ്രാൻസിസ് സേവ്യറൊക്കെ ഇന്ത്യയിൽ എത്രയോ മരിച്ചവരെ ഉയർപ്പിച്ചതാണ് ഫ്രാൻസിസ് സേവ്യറൊക്കെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മളും, അല്ലെ, ഇന്നലെ നമ്മൾ ചിന്തിച്ചു യാക്കോബ് 5 ഏലിയ നമ്മെ പോലെയുള്ള ഒരു വെറും സാധാരണ മനുഷ്യനായിരുന്നു. അവരൊന്നും ജനിച്ചത് വലിയ പ്രത്യേക ആൾക്കാരൊന്നും ആയിട്ടില്ല. അപ്പൊ നമുക്കും ദൈവാത്മാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടവക, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹം, നമ്മളെ ഏൽപ്പിക്കുന്ന ദേശം, ഇതിന് റോമൻ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുമ്പോൾ പ്രപഞ്ചം സന്തോഷിക്കുകയാണ്. അവിടെ പ്രപഞ്ചം കീഴടങ്ങുകയാണ്. ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മാവ്, അതാണ് മർക്കോസ് 4 പറഞ്ഞത്. കർത്താവ് ഒരു ദിവസം ശിഷ്യന്മാരുടെ കൂടി പടകിലായിരിക്കുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലയുണ്ടായി. കർത്താവ് പടകിൽ ഉറങ്ങുകയായിരുന്നു. നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇന്നലെ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ലോകമെമ്പാടും വിശുദ്ധ കുർബാനയിൽ യേശു നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ കുർബാനയിൽ യേശു നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ പോയിട്ട് കാണാൻ പോയിട്ട് പോരുവാണ്. കാരണം എന്താ? അവന്റെ ശക്തിയെക്കുറിച്ചോ, വചനം പറഞ്ഞ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചോ ദൈവവചനമോ അറിയാത്തവർ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവൻ ഉറങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഇടവക പള്ളിയിൽ അവൻ ഉറങ്ങുകയാണ്. നമ്മളെ ഉറങ്ങാൻ വലിയ ശക്തിയൊന്നുമില്ല, ഉറങ്ങുകയാണ്. ഞായറാഴ്ച ഒന്ന് പോയി ഉണർത്തി വല്ലപ്പോഴും കണ്ടിട്ട് പിന്നെ തിരിച്ചു വരുന്നു. മുമ്പ് പറഞ്ഞ പോലെ ജയിലിൽ പോയി കാണുന്ന പോലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണുന്ന പോലെ ഇടയ്ക്ക് പോയി. പ്രിയമുള്ളവരെ, നമ്മൾ അവനെ കൂട്ടിക്കൊണ്ടുവരാനാണ് പോകേണ്ടത്.
ദേവാലയത്തിലേക്ക് ആരാധനയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവന്, കാരണം ആരാധന എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. റോമർ 12 പൗലോസ് പറയുന്നത് ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം ദൈവത്തിന് വസിക്കാനുള്ള ഒരാലയമായി നമ്മൾ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ ആരാധന. പള്ളിയിലെ സക്രാരിയിൽ നിന്നും നമ്മുടെ ഈ ശരീരമാകുന്ന ഈ ആലയത്തിലേക്ക് യേശുവിനെ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയക്കാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മൾ യഥാർത്ഥമായി ആരാധിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ വചനമുണ്ടല്ലോ, നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ബലവാനാണ്, ശക്തനാണ്, അത്യുന്നതന്റെ മറവിലാണ്. കഴിഞ്ഞ പറഞ്ഞത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അപ്പത്തോടും വീഞ്ഞോടും നമ്മളെ സമർപ്പിക്കുമ്പോൾ, കാഴ്ചവെപ്പിന് സമർപ്പിക്കുമ്പോൾ, കൂദാശാവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ, അപ്പവും വീഞ്ഞു യേശുവിന് ശരീരമാകുമ്പോൾ അതോടൊപ്പം സമർപ്പിച്ച നമുക്കുള്ളതെല്ലാം യേശുവിൻ്റെ ഉള്ളിലാണിപ്പോൾ, അവൻ്റെ ഉള്ളിലാണ്. നമ്മളത് വിശ്വസിക്കണം. അവിടെയാണ് തിന്മ ഭയന്ന് മാറുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ പറയാം നമുക്ക് വേണ്ടി കുറേ പേർ അവിടെ ഇവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും ഓരോ വിശ്വാസിയും, കാരണം നമ്മളുടെ പോരാട്ടം വ്യക്തിപരമാണ്. കാരണം നമ്മൾ ജനിച്ചതൊരു വ്യക്തിയായിട്ടാണ്, നമ്മൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയായിട്ടാണ്, നമ്മൾ മരിക്കുന്നത് ഒരു വ്യക്തിയാണ്. നമ്മളെ ഒറ്റയ്ക്കാണ് യേശു നേരിടാൻ പോകുന്നത്, നമ്മുടെ യേശുവിനെ കാണാൻ പോകുന്നത് ഒറ്റയ്ക്കാണ്. നമ്മുടെ കൂടെ ഈ ഭൂമിയിലുള്ള ആരും നമ്മളെ സഹായാണ്. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ടുകളയുകയില്ല. യേശുവുമായുള്ളൊരു ബന്ധം, സ്നേഹബന്ധം നമുക്കുണ്ടെങ്കിൽ വിധിയാളനായി വരുമ്പോൾ അവൻ നമ്മുടെ സ്നേഹിതനായിരിക്കും. വിധിയാളനായിട്ട് വരുമ്പോൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ അവൻ നമുക്ക് പ്രിയപ്പെട്ടവനായിരിക്കും. അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടായിരിക്കണം, മരിക്കുന്നതിന് തൊട്ട് മുമ്പല്ല, ഇപ്പോഴും. അതിലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി. ഇന്ന് ഫ്ലോറിഡ സ്റ്റേറ്റിന് വേണ്ടി തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. വിശ്വസിക്കാം, അനേക ദേവാലയങ്ങളിൽ ഈശോ വസിക്കുന്നു. ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ ഇന്നലെ ഞായറാഴ്ച പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോ എൻ്റെ ആത്മാവിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ഈശോയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ മുമ്പിലേക്ക് ഞാനായിരിക്കുന്ന ഈ സ്റ്റേറ്റിനെ, ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളെ ഞാൻ സമർപ്പിക്കുകയാണ്. നിന്റെ ആത്മാവിനാൽ, അല്ലേ, യേശുവിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോഴാണ് അപ്പസ്തോലന്മാരൊക്കെയും ഫ്രാൻസിസ് അസീസിയൊക്കെയും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിച്ച് പ്രപഞ്ചം പോലും അവർ കീഴ്പ്പെട്ട. പൗലോസ് പറഞ്ഞ പോലെ സൃഷ്ടപ്രപഞ്ചം നമ്മുടെ മുമ്പിൽ മുട്ടുകുത്താനായിട്ട് എപ്പോൾ നമ്മളിലല്ല, നമ്മുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ ആത്മാവിനെ കാണുമ്പോഴാണ്. നമ്മുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ ആത്മാവിനെ കാണുമ്പോൾ കരം ഉയർത്തണം നമ്മൾ എന്ന് പറയണം. ലൂക്ക 10:19 സാത്താന്റെ സകല തേളുകളുടെയും പാമ്പുകളുടെയും മീതെ കൂടി ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവയൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ, നിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, സങ്കീർത്തനം 91 നിനക്കെതിരെ സംഗീത പുസ്തകം, നിനക്കെതിരെ ഒരു ആയുധവും ബലപ്പെടുകയില്ല. ഇതെല്ലാം വചനപ്രകാരം. നമ്മളിതെല്ലാം മറന്നുപോയി, നമ്മൾ ഭയപ്പെട്ട്, നമ്മൾ വചനം മുഴുവൻ ഭയപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാം മറന്നുപോകും. ഏതവസ്ഥ ആരായിരുന്നാലും ഭയപ്പെടുമ്പോൾ എല്ലാം മറന്നു പോവുകയാണ്. ആകപ്പാടെ നമ്മൾ പാനിക്കാവുകയാണ്. അവിടെയാണ് നമ്മൾ ഓരോ വചനവും ഉരുവിടണം. മറക്കണം, കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇല്ലെന്ന് അങ്ങനെയാണ് ചിന്തിക്കുന്നതിൽ പറയണം, കർത്താവേ, നീ എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ച് എന്നെ നീ, പൗലോസ് പറഞ്ഞ കൊരിന്തോസിൽ 1 കൊരിന്തോസിൽ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ സ്വന്തമല്ല നമ്മൾ എന്ന് പറയുമ്പോൾ എന്നാ, സാത്താൻ പറയും, നീയും നിന്റെ പ്രവൃത്തികളും ഉണ്ടല്ലോ, നിനക്കൊരിക്കലും ദൈവാനുഭവം ഉണ്ടാകുമെന്ന് സാത്താൻ നുണ പറയും. നീയും നിന്റെ പ്രവൃത്തികളും. നമുക്കറിയണം, പാപികളെ തേടിയാണ് ഈശോ വന്നത്. അപ്പൊ നമ്മൾ പറയണം, യേശു എന്നെ എൻ്റെ സകല പാപത്തോടും ഒപ്പമാണ്, മൊത്തമായിട്ടാണ് യേശു എന്നെ വിലയ്ക്ക് വാങ്ങിയത്. എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബാംഗങ്ങളെ അവരുടെ പാപങ്ങളോട്, അവിശ്വാസത്തോടും അവിശ്വസ്തയോടും കൂടിയാണ് യേശു ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. ഇപ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടേതല്ല, ഇപ്പോൾ അത് പാപങ്ങൾ യേശുവിൻ്റെ ഉത്തരവാദിത്വമാണ്.
ഇവിടെയാണ് നമ്മളുടെ വിശ്വാസം. യേശു നമ്മുടെ പാപങ്ങളോടൊപ്പം വിലയ്ക്ക്, നമ്മുടെ ശാപങ്ങളോടൊപ്പം വിലയ്ക്ക് വാങ്ങി. നമ്മുടെ പാപങ്ങളാണ് അവൻ കുരിശിൽ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ്, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്. അവൻ വിലയ്ക്ക് വാങ്ങിയിട്ട് അതിനെ അവൻ പരിഹരിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങിയ ഒരു വീട് അത് ഇടിച്ചു പൊളിച്ച് പണിത് പെയിന്റ് അടിക്കുന്നത് പോലെ യേശു എന്നിലെ പാപങ്ങളെ അവൻ്റെ കാൽവരി കുരിശിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അവൻ രക്തത്താൽ എന്നെ പെയിന്റ് അടിച്ച് പുതിയതായിട്ട് സാത്താൻ നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ രൂപം യേശുവിൻ്റെ രൂപമാണ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇത് വിശ്വസിക്കുക. അതാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ആരാധന അതാണ്. ദൈവത്തിനായി നമ്മുടെ ശരീരവും മനസ്സും അടിയറ വയ്ക്കുന്നതാണ് ആരാധന. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മൾക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടെന്ന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് അമേരിക്കയുടെ മുഴുവനും മധ്യസ്ഥയാണ് ഗ്വാഡലുപ്പെ മാതാവ്, അല്ലേ? ഞാനത് നോക്കിയപ്പോൾ ഗ്വാഡലുപ്പയുടെ മെക്സിക്കോയുടെ സൈഡിലാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം കർത്താവ് എന്തു വന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്മയ്ക്കായിട്ടാണ്. ഇന്ന് ഫ്ലോറിഡയ്ക്ക് വേണ്ടി പ്രാർത്ഥന വെച്ചപ്പോൾ ചെറിയ കുടുംബം റെനി ഓർപ്പിച്ചതാണല്ലോ. സങ്കീർത്തനം 119:71. ദൈവമേ, ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമായല്ലോ. അല്ലെ, ഈ ബുദ്ധിമുട്ടുള്ളതല്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചിന്തിച്ചത്? ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്? ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ നമ്മൾ ദൈവാത്മാവിനായി ദാഹിക്കുന്നത്? ഈ ബുദ്ധിമുട്ടുള്ളതല്ലേ ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമായി, അതുപോലെ ഞാൻ അങ്ങയെക്കുറിച്ചുള്ള നിയമങ്ങൾ പഠിച്ചുവല്ലോ, അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ, അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നൊരു ആത്മീയ ബോധ്യം നമുക്കുണ്ടായി. ഈ ജപമാല മാസം, പ്രത്യേകിച്ച് ഈ ഒക്ടോബർ 7-ാം തീയതി ജപമാലാജ്ഞയുടെ ഓർമ്മ. അമ്മേ, എൻ്റെ ആശ്രയമേ, ഓ എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഈശോ യോഹന്നാൻ 19 കുരിശിന്റെ ചുവട്ടിൽ വെച്ച് എന്നെ ഏൽപ്പിച്ച, യോഹന്നാനെയല്ല, എന്നെ ഏൽപ്പിച്ച എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ പ്രാർത്ഥന. കുറവുകളുള്ളപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ കുറവുകളില്ല, അവർക്ക് വീഞ്ഞിതില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ന് പറയണം, അവർക്ക് എൻ്റെ മക്കൾക്ക് വിശ്വാസമില്ല എന്ന് ഈശോയുടെ അമ്മ പറയും. നമ്മളെ അമ്മയാണെന്ന് ഏറ്റു പറയുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ ആരാധിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ധാരണ പലർക്കുണ്ട്. ഇല്ല, അമ്മ നമ്മുടെ അമ്മയാണ്, ഈശോ ദൈവമാണ്. നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് അമേരിക്ക ലോകം മുഴുവനെ സമർപ്പിക്കാം. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, എവിടെ നോക്കിയാലും, അല്ലെ? എവിടെ നോക്കിയാലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും തകർച്ചയും ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക്, പ്രത്യേകിച്ച് ഇന്ന് ഫ്ലോറിഡയും ഈ മെൽട്ടൺ എന്ന കൊടുങ്കാറ്റിനെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദുരാത്മാക്കൾ, ഞാൻ പറഞ്ഞ ലെഗിയോൻ ബാധിച്ച മനുഷ്യനെ ശാസിച്ചുകൊണ്ട് ശാന്തമാക്കിയതുപോലെ യേശു മർക്കോസ് 4 ആ പടകിലിരുന്ന് ശിഷ്യന്മാര് കരഞ്ഞു നിലവിളിച്ച്, കർത്താവേ, ഇതാ ഞങ്ങൾ നശിക്കാൻ പോകും, നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശോ മർക്കോസ് 4:35 വചനങ്ങളായിരുന്നു, അല്ലേ? അവർ വലിയ വേറെ വള്ളങ്ങളും കൊണ്ടുപോയി. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. നമ്മൾ ഫ്ലോറിഡയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള അനേക പള്ളികളിൽ ഈശോ നമ്മെ സംബന്ധിച്ച് ഉറങ്ങുകയാണോ? കർത്താവേ, എഴുന്നേറ്റ് നിൽക്കണമേ. വിശ്വസിക്കുന്ന ഞങ്ങള്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കാറ്റുമൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാകാതെ അവർക്ക് എന്താ സംഭവിച്ചത്? അവർ അവനെ വിളിച്ചുണർത്തി. വിശുദ്ധ കുർബാനയിലെ എല്ലാ സെക്രട്ടറികളിലും ജീവിക്കുന്ന യേശുവെ, അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കണമേ. അവിടുന്ന് ജീവിക്കുന്നവനാണ്, അവിടുന്ന് ഉത്ഥാനം ചെയ്തവനാണ്, അവിടുത്തേക്ക് എല്ലാ അധികാരവും ഉള്ളവനാണ്. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നമ്മളോട് ചോദിക്കുന്ന, നിനക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്നുള്ള വിശ്വാസമില്ലേ? അല്ലെങ്കിൽ നിന്റെ ഇന്നലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ നിന്റെ ഉള്ളിൽ ഈശോ ഉണ്ടെന്ന് വിശ്വാസമില്ലേ? ഒക്കെ ഉണ്ട് കർത്താവ്. പക്ഷെ പ്രശ്നം ഇതാണല്ലോ എന്ന് നമ്മൾ വീണ്ടും പറയും. അവിടെയാണ് കർത്താവ് പറയുന്നത്, സാത്താൻ നമ്മളെ ആക്രമിക്കുക നമ്മൾ അറിയണം. എവിടെ എന്തും പ്രശ്നം ഉണ്ടാകാൻ പറയുള്ളവരെ, ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ വരുമ്പോൾ മാത്രം ഈശോ ഉള്ളിക്കയറ്റല്ല,
നമ്മൾ 24/7 365 days കർത്താവായ ഈശോ എൻ്റെ ആത്മാലോചന പൗലോസ് 2 കൊരിന്ത്യർ 13:5 പറഞ്ഞ പോലെ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. സാത്താൻ നമ്മളെ പരാജയപ്പെടുത്തും. ദിവ്യകാരുണ്യമേ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ജനതയാണ് തിരുസഭ. ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെയാണ് ലൂക്കാ 10:19 സാത്താന്റെ സകല തേളുകളുടെയും പാമ്പുകളുടെയും മീതെ കൂടി ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവയൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. റോമർ 16:19 നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരും എന്ന് പറഞ്ഞാൽ ഉള്ളത് ശുദ്ധമായിരിക്കണം. ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കാൻ എല്ലാവരോടും ക്ഷമിക്കണം, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സ്നേഹത്തിൻ്റെ ഒരു അരൂപിയും നമ്മളെന്ന് പറയണം. അവിടെയാണ് ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുക. റോമർ 16 പറഞ്ഞ 19 നിങ്ങൾ ഈ കഴിഞ്ഞ കാര്യങ്ങൾ ദൈവവചനം, നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം ഏശാത്തവരുമായിരിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സാത്താൻ നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, ജോലി പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ച് ചിന്തകൾ, എന്തെല്ലാമാണ്. ഇതെല്ലാം കൂടെ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെന്നുള്ളൊരു ചിന്ത നമുക്ക് പോയി പലപ്പോഴും അറിയാതെ. ആദ്യമേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് വരുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഭൂമിയിൽ എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ പ്രാഥമികമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കൂട്ടിച്ചേർന്ന് മത്തായി 6:33 ഈശോ പറഞ്ഞ വാക്ക്, ഓ ദിവ്യകാരുണ്യമേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ജനതയാണ് ഞങ്ങളെ തിരുസഭയായി ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.